വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ. പട്ടാമ്പി നഗരസഭയുടെ 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ ടി.പി. ഷാജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭയുടെ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ ടി.പി. ഷാജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ വച്ചായിരുന്നു ബജറ്റ് അവതരണം. DPR 9 പ്രകാരം ഭവനരഹിതരായവർക്ക് 150 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി ബജറ്റിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭൂരഹിതർ, ഭവനരഹിതർ എന്നിവർക്കായി 2 കോടി രൂപയും മുഴുവൻ SC കുടുംബങ്ങൾക്കും 300 ജനറൽ വീടുകൾക്കും വീട് റിപ്പയർ ചെയ്യുന്നതിനായി 2 കോടി രൂപയും ടൗൺ പാർക്കിന് സ്റ്റേജ്, ലൈറ്റ്, ഓപ്പൺ ജിം, ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവ നിർമ്മിക്കാനായി 50 ലക്ഷം രൂപയും പുതിയ KSRTC ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതിന് 3 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പുതിയ അംഗനവാടി നിർമ്മാണ നവീകരണത്തിനായി 1 കോടി രൂപയും സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി 2 കോടി രൂപയും ക്രിമിറ്റോറിയത്തിനായി 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ സോളാർ നഗരസഭയായി മാറ്റുന്നതിന് വേണ്ടി 6.5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 3 കോടി രൂപ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഈ നഗരസഭ ഭൂരഹിതരും ഭവനരഹിതരായ നിരവധി ആളുകൾ, ഏകദേശം 160-ലധികം അപേക്ഷകൾ ഇപ്പൊ നിലവിലുണ്ട്. നിരവധി കാലമായിട്ട് നമുക്കതൊന്നും നൽകാൻ സാധിച്ചില്ല. ഈ തവണ 2024-25 2 ഫ്ലാറ്റ് സമുച്ചയങ്ങളായി, ഒന്ന് ശങ്കരമംഗലം, ഒന്ന് കിഴായി എന്ന 2 പ്രദേശങ്ങളിലായി 60 വീതം 120 ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 2 കോടി രൂപ അനുവദിക്കാൻ തീരുമാനമുണ്ട്. സാധാരണ നമ്മൾ ഈ വീട് റിപ്പയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ വർഷവും 30 അല്ലെങ്കിൽ 40 വീടുകൾക്കാണ് പരമാവധി വീട് റിപ്പയർ ഫണ്ട് അനുവദിക്കാറുള്ളത്. എന്നാൽ ഓരോ വാർഡുകളിലും നഗരസഭയുടെ പല പ്രദേശങ്ങളിലും ഒരുപാട് ആവശ്യക്കാർ വർദ്ധിച്ചതുകൊണ്ട് മുഴുവൻ SC കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ 300 ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വീട് റിപ്പയറിന് വേണ്ടി 2 കോടി രൂപ അനുവദിക്കാൻ